നിങ്ങളെല്ലാരും കൂടി കളിക്കായിരുന്നു. ആ ഇപ്പൊ ഒളിച്ചുകളി കളിക്കുമ്പോ അന്നാള് തെറ്റില്ലായിരുന്നേ. അപ്പൊ ഒളിച്ചുകളി കളിക്കുമ്പോ വെറുതെ ഇങ്ങനെ പിടിച്ചിട്ട് ഉന്തിട്ട് അപ്പൊ അങ്ങനെ എന്റെ ഉമ്മമാട് പറഞ്ഞു. അപ്പൊ അവൻ കേട്ട് എന്നിട്ട് അവന്റെ അമ്മമാട് പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ മുജീബിക്ക് സൈനിക്കില്ലേ അവരുടെ മുമ്പിൽ വെച്ചിട്ട് ചീത്ത പറഞ്ഞു. ഏത് മുജീബിക്ക? നമ്മളെ അപ്പുറത്തെ പോത്തിനുള്ള മുജീബിക്ക സൈനിക്ക അവരുടെ മുമ്പിൽ വെച്ചിട്ട് ചീത്ത പറഞ്ഞു. അപ്പൊ മുജീബിക്ക് സൈനിക്കൊക്കെ പറയുന്നുണ്ട് കുട്ടികളല്ലേ അങ്ങനൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കണില്ല. ആര് കേൾക്കണില്ല? അവന്റെ അമ്മമ്മ ചീത്ത പറഞ്ഞു. അത് ശരിയല്ലേ? വീട്ടിൽ സൺസൈഡ് വാർപ്പാട്ടാ. അപ്പൊ എവിടെ സൺസൈഡ് വാർപ്പ്? ഇന്നോ? അല്ലടാ, പിന്നെ അത് അന്നിപ്പോ അവര് തമ്മിൽ തെറ്റിന്ന് പറഞ്ഞു. എന്നോട് ശ്രീകുട്ടൻ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ തെറ്റിയേക്കാണെന്നേ. അപ്പം ഞാൻ പിന്നെ ഞാൻ പറഞ്ഞ് ശരിയാക്കാം എന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷമാണ് അന്ന് കച്ചവടം സൈക്കിളിന്മേൽ വന്നിട്ട് കച്ചവടമൊക്കെ ആയിട്ട്. അന്ന് ശ്രീകുട്ടല്ല, അന്ന് ആരൊക്കെ ആയിരുന്നു? ആ അപ്പൊ ഈ എവിടേക്ക് പോയിരുന്നു? അക്കിക്കാവില്. ആ ഇപ്പോ പിന്നെ എന്തായാലും ഞാൻ പോയ വിവരം ഈ അറിഞ്ഞ? ഗൾഫിൽ പോയി എന്നറിഞ്ഞ? അതെ, അത് ശരിയാ. ഇക്ക അവിടെ ഉണ്ടപ്പോ? അക്കിക്കാവില. അത് ശരി. ഇപ്പൊ ഇവിടെ കച്ചവടങ്ങള് നടക്കണുണ്ടോ? ആ, മുട്ടായിയുടെയും പിന്നെ വേറെ എന്തെങ്കിലും പുതിയ? ആ അത് ശ്രീകുട്ടനാ? അല്ല, ശ്രീകുട്ടനൊക്കെ മനസ്സിലായി. കേറി വാടാ. എന്താ നിങ്ങളുടെ ഈ മാസ്കൊക്കെ എവിടെ പോയി? മാസ്ക് കൈ വെച്ച് നടക്കാനുള്ളതാ? അത് ഇട്ടിട്ടല്ലേ വരുവാ? ഞാൻ തരാം മാസ്ക്, ഞാൻ തരാം. ആ ഓക്കെ. ആ അത് സൈക്കിളുമ്പോൾ കൊളുത്താനുള്ളതല്ല. ശ്രീകുട്ടൻ്റെ മാസ്ക് എവിടെടാ? എന്താ ഇങ്ങോട്ട് വാ, കയറി വാ. ഇവിടെ ഇരിക്കും ഒക്കെ ഇവിടെ ഇരിക്കും. ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു തെറ്റുണ്ടായിരുന്നല്ലേ, അത് ലോകിയായോ? ഇപ്പൊ അതാണ് പ്രശ്നം. നിങ്ങൾ തമ്മിൽ ലോകിയായി അല്ലേ? ബലിഷ്ട നല്ല കുട്ടിയാ. മറ്റവനും മോശ? ആരും മോശമൊന്നുമില്ലടാ. തമ്മിൽ കുട്ടികൾ തമ്മിൽ കളിക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്നിട്ട് അമ്മമ്മ ചീത്ത പറഞ്ഞു എന്നോ ആൾക്കാരുടെ ഇടയിൽ വെച്ചിട്ട് ചീത്ത പറഞ്ഞു, ഷൈനിക്കാടെ ഇടയിലൊക്കെ വെച്ചിട്ട് ചീത്ത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അത് ശരി. അവൻ പറഞ്ഞു കൊടുക്കില്ല. പക്ഷെ അഫ്ലോ എന്താ മുറുക്ക പിടിച്ചിട്ടുണ്ടാവും.
ഇവിടാണെങ്കിൽ പിന്നെ അവിടെ സൺസൈഡിന് വാപ്പിന്ന് വിളിച്ചിട്ടുണ്ടായി. അപ്പൊ നിങ്ങളോട് എപ്പോ വന്നാലും കുഴപ്പമില്ല. അപ്പൊ ഇവർക്ക് തിരക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഈ ഒരു കാര്യം ചെയ്യേ, ഈ പോയിട്ട് അകത്ത് പോവുക. എന്നിട്ട് അപ്പുറത്തൊരു റൂമുണ്ട്, ഇവിടെ ഒരു റൂം കയറിയ അപ്പുറത്ത് ആ റൂമിൽ പോയിട്ട് അവിടെ മാസ്ക് ഇരിക്കുന്നുണ്ട് ഒരെണ്ണം, അത് എടുത്തിട്ട് ഒരെണ്ണം എനിക്ക് കൊടുന്ന് കൊടുക്കും. അപ്പോൾ ഞാൻ പോയ വിവരം നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കണോ? ആ ഞാൻ പറഞ്ഞല്ലോ അല്ലേ. ഓ ഐശി, അത് മറന്നു, വയസ്സായില്ലേ. പിന്നെ നിങ്ങൾ ഈ തെറ്റരുത് കേട്ടോ. ചെറിയ 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 പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതൊന്നും വീട്ടിൽ ചെന്ന് പറയരുത്. ആ എങ്ങനെ? ആ എന്താ ഈ അഫ്ലൈൻ കിട്ടിയില്ല? ആ അതിട്. ഈ സാധനം ഇല്ലാണ്ട് പുറത്തിറങ്ങരുത് കേട്ടോ. അനക്കൂലേ? അയച്ചടാ, ഒന്നെടുത്തോ പോയിട്ട്. താഴത്തേക്ക് ഇറക്കിട്, കുറച്ച് താഴത്തേക്ക്. ആ അങ്ങനെ അല്ല, മൂക്ക് മൂന്ന്. ആ മൂക്കിൻ്റെ അവിടെ ഇങ്ങനെ ഇങ്ങനെ ഒരു വളവുണ്ടാക്കുക, ഇങ്ങനെ അമർത്തിയേ, ഇങ്ങനെ പിടിക്കുക. അങ്ങനെ പഠിച്ചോ, അമർത്തിക്കോ. അപ്പോൾ അതന്നെ. അപ്പം എന്താ പറഞ്ഞു? ആ ആ അതിനൊരു അഫ്ലൈൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല സംഭവം. അഫ്ലൈൻ എന്ന് പറഞ്ഞ പേരാ, അല്ലാണ്ട് കളിയുടെ പേരല്ല അല്ലേ? ഓ, അഫ്ലൈനായിട്ട് കളിക്കുമ്പോൾ ആ ശരി. അങ്ങനെ ഓ പറയണ മാതിരി കളിക്കണം, അവന് ദേഷ്യം വരും. റൈറ്റ്. ആ ശരിയാ. അപ്പം ചെറുതായിട്ടും പ്രശ്നക്കാരനാണ് അല്ലേ? എന്നാലും ഉവ്വ അത് ശരി. അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ പോയതിന് ശേഷം പിന്നെ കച്ചവടമൊന്നും നടന്നില്ലേ? അത് ശരി. നിങ്ങൾ മടിയന്മാരാണ്. ഞാൻ തന്ന പൈസയൊക്കെ അത് ശരി. ഉള്ള മുകളിലൊക്കെ മുട്ടായി മേടിച്ചാണ്ട് തിന്ന് തീർത്തില്ലേ? സൈക്കിൾ ആര് കുറച്ച് പപ്പാടെ സൈക്കിൾ കുറച്ചോ? ആ ₹5 കൂലിയാ മസാജിങ് അല്ലേ? ഓക്കെ. ശ്രീകുട്ടൻ എന്താ ചെയ്യുക? ശ്രീകുട്ട അപ്പാപ്പൻ്റെ തല ഇങ്ങനെ വെക്കോ? ചോദിച്ചിട്ടെടുക്കും, മോഷ്ടിക്കൊന്നുമില്ല. ചോദിക്കണം, ചോദിക്കാണ്ട് എടുക്കരുത് കേട്ടോ. ഒരു സാധനം മറ്റുള്ളവരുടെ അനുവാദം കൂടാതെ എടുക്കരുത്. അത് സ്വന്തം വീട്ടിലായാലും അമ്മയുടെ ആയാലും ശരി, അച്ഛൻ്റെ ആയാലും ശരി, ആരുടെ ആയാലും അല്ലേ? അതല്ലേ അതിൻ്റെ ശരി. എന്താ അഭിപ്രായം? എൻ്റെ അഭിപ്രായം എന്താ?
ഓക്കെ. ഏതെങ്കിലും ഒരു പൈസ ഇരിക്കണ്ടെങ്കിൽ ഞാൻ ചേക്ക് താരുടെ പൈസ ഇരിക്കും. ആ അപ്പൊ എന്നിട്ട് താരുടെ പൈസ ഉമ്മടാണെങ്കിൽ നമ്മക്ക് അതാ വേണ്ടിയത്. അപ്പം ഇനിയിപ്പോൾ ഞാനിപ്പോൾ വീട്ടിലെപ്പോഴും തന്നെ ആരെ ആ അതൊക്കെ ഉണ്ടാവും, അതൊക്കെ സാധാരണ ഉണ്ടാവും. ഇതോ ഇനി നമ്മുടെ കമ്പനിയിൽ വേറെ ആരാ? ഓക്കെ. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ തെറ്റണ എനിക്ക് ഇഷ്ടമല്ല. ആ ആ തെറ്റാതെ വന്നിട്ട് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളായിട്ട് ഫ്രണ്ട്ഷിപ്പുള്ളൂ. ആ ആ അല്ല വേണ്ട. ആ ഒന്നാമത്തെ അടി കൂടൽ തീരെ പറ്റാത്ത സാധനം. ആര് അതായിക്കോട്ടെ. അങ്ങനെ അതാ ചെറിയ ചെറിയ പരിപാടികളൊക്കെ നടത്താതാവും, അതൊന്നും വിഷയമല്ല. പിന്നെ അപ്പം അങ്ങനെയൊക്കെയാണ്. എൻ്റെ അച്ഛൻ്റെ ഫോണൊക്കെ ഉണ്ടോ? ടെലിഫോൺ വരാറുണ്ടോ? അച്ഛൻ തന്നെയല്ലേ വിളിക്കുക? ഓക്കെ. ഇതിലാരാ? ഷാജിയുടെ മോൻ? അല്ല, അത് മറ്റേ അവിടുത്തെ എൻ്റെ ഉപ്പാൻ്റെ പേരെന്താ? ആ നിഷാദ്. രണ്ടാളും? ആ ശരി. ആ നിഷാദിൻ്റെ മക്കളങ്ങളല്ലേ? അപ്പം അങ്ങനെയൊക്കെയാണ്. എൻ്റെ പേര് ഞാൻ പറഞ്ഞു. നിഹാല്. മറ്റവരുടെ പേരെന്താ? ഏത്? ആര്? ആ അഫ്ലഹ. അഫ്സൽ ഇത് കേട്ടിട്ടുണ്ട്. ആ അങ്ങനെ അഫ്ലഹ് ഇതൊക്കെ അവനെ അഫ്ലഹ് വിളിക്കാൻ ഒരു ഇടങ്ങറുണ്ട് അല്ലേ? അനക്ക് ഇക്കാന്ന് വിളിക്കാം നമ്മളാ. അപ്പോൾ നല്ല നല്ല കളികൾ ഉണ്ടാവട്ടെ. നല്ല ഒക്കെ എന്തെങ്കിലുമൊക്കെ നല്ല സാധനങ്ങൾ. ഈ നിങ്ങൾ ഈ വാട്സപ്പ് കിഡ്സപ്പ് മറ്റേ ഫോണിൽ കളിക്കാത്തത് വലിയ സന്തോഷമുണ്ട് കേട്ടോ. അത് വേണ്ട നമുക്ക്, അത് നല്ലതല്ല. ഈ കളിയൊക്കെ നല്ല നിങ്ങൾ കളിക്കും. അത് വല്ലപ്പോഴല്ലേ. അതും ഈ ചെറുവക കളികൾ ഉണ്ടല്ലോ. അപ്പം അതൊന്നും നല്ലതല്ല. അപ്പോൾ ഈ വക കളികളൊക്കെ ഇടും നല്ലത് കുട്ടികൾക്ക്. എന്നാൽ ഓക്കെ, എന്നാൽ ശരി. ഈ എന്താ മിനിഞ്ഞാന്ന് ഞാൻ വിളിച്ചിട്ട് പിന്നെ അമ്മയുടെ അടുത്തേക്ക് പോയിട്ട് പിന്നെ അതെ ഓക്കെ.